റിയാസ് പാട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു ഔഷധ ചായ തയ്യാറാക്കിയാലോ? ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കിനി ഈ പാത്രത്തിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെള്ളത്തിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. ചെറിയൊരു പീസ് പട്ട കൂടി ഇട്ട് കൊടുക്കാം. 2 ഏലക്ക, 2-3 തുളസി ഇല, ഒരു നവരയില. ചിലയിടങ്ങളിൽ നവരയിലെന്നും ചിലയിടങ്ങളിൽ പനിക്കൂർക്കയെന്നും പറയാറുണ്ട്. ഞങ്ങളിവിടെ നവരയില എന്നാണ് പറയാറ്. 2 ഗ്രാമ്പു കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തേയില ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ തേയിലയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് 1.5 ഗ്ലാസ് പാല് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചായ തിളച്ച് വരാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2.5 ടീസ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഈ കപ്പിലോട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഔഷധ ചായ റെഡി ആയിട്ടുണ്ട്. പനി, ജലദോഷം, ചുമ അതൊക്കെ ഉള്ള ടൈമിൽ ഇത് തയ്യാറാക്കി കുടിക്കുന്നത് വളരെ നല്ലതാണ്. അതുമാത്രവുമല്ല, നമുക്ക് സ്പെഷ്യലായിട്ട് വേറൊരു രീതിയിൽ ചായ തയ്യാറാക്കി കുടിക്കണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്.